ബിഗ് ബോസ് ഇന്നലെ ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ. ഇന്നലെ ഒരാളെ എവിക്റ്റ് ചെയ്യുന്നുള്ള പ്രതീക്ഷയേ ഇല്ലായിരുന്നു. അത് കഴിയാറായല്ലോ അല്ലേ, 10:30 ആയി. 10:30 ആകുമ്പോൾ പിന്നെ ഇനി ഒരാളെ പുറത്താക്കാൻ സാധ്യതയുണ്ട് എന്ന് വിചാരിച്ചേ ഇല്ല. പക്ഷെ അപ്രതീക്ഷിതമായിട്ട് ആർജെ ബിൻസിനെ അങ്ങ് പുറത്താക്കി കളഞ്ഞു. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടത്. കാരണം ഒരുപാട് നമ്മളിങ്ങനെ വർത്തമാനം പറയാനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂല എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇല്ലേ. ആർജെ ബിൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർജയാണ്, അതുകൊണ്ട് തന്നെ വാക്കുകൾ ഇങ്ങനെ നിർഗളിക്കുകയാണ്. പക്ഷെ അതൊന്നും പോരാണ്, ജനങ്ങളായിട്ട് കണക്ട് ആവാൻ അതൊന്നും പോരാ. എവിടെയെങ്കിലും ഒന്ന് സ്ട്രൈക്ക് ചെയ്യണം, ഒന്നും ഉണ്ടായില്ല. ആർജെ ബെൻസി ഭയങ്കര വീരവാദമൊക്കെ പൊട്ടി, ഞാൻ ഇതാക്കും ആർജെ ബെൻസിടാന്നൊക്കെ പറയും. നമുക്ക് എവിടെയും ഒരു ഇമ്പാക്റ്റ് തോന്നിയില്ല. പിന്നെ ഈ കഴിഞ്ഞ ദിവസം അവരവരെ കുറിച്ച് പരിചയപ്പെടുന്ന ഞങ്ങൾ ആരാണ്, എന്താണ്, എവിടെ നിന്നാണെന്നുള്ളൊരു പരിപാടി ഇതുണ്ടല്ലോ, അതിനകത്ത് അവർ പറഞ്ഞത് എനിക്കങ്ങ് ഒട്ടും ഒന്ന് ദഹിച്ചില്ല. യെസ്, നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട് തന്നെയായിരിക്കും കയറി വന്ന് ഇവിടെ വരെ എത്തിയത് എന്നും പറഞ്ഞ് അത്രയും വലിയ ഒരു ഓഡിയൻസിൻ്റെ മുമ്പിൽ വന്നിട്ട് നമ്മുടെ ബന്ധക്കാരെയും സ്വന്തക്കാരെയൊക്കെ ഒന്നും അല്ലാതാക്കി കളയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരും ഇനി സമൂഹത്തിൽ ജീവിക്കണ്ടേ? അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകളുടെ മക്കളുണ്ടാവും, ഇങ്ങനെ പലരും സമൂഹത്തിലുണ്ടല്ലോ. അവരെയൊക്കെ വളരെയധികം താറടിച്ച് കാണിച്ച് സംസാരിക്കുന്നവരെ എനിക്ക് തോന്നി. ഇവരുടെ ബന്ധക്കാരെയും സ്വന്തക്കാരും അങ്ങനെ ചോദിച്ചു ഇവരെ തന്നെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയുന്നതാണ്. അമ്മയുടെ ചേച്ചി അങ്ങനെ പറഞ്ഞു, അമ്മയുടെ ചേട്ടൻ അത് പറഞ്ഞു, അല്ലെങ്കിൽ അപ്പൻ്റെ അനിയൻ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമല്ലോ. അതൊക്കെ സീസൺ 1 ഗെയിമാണ്, ഇങ്ങനെ സെൻറ്റി അടിച്ച് ഈ മോട്ടിവേഷൻ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ജെനുവനായിട്ട് ആരാണ് പെരുമാറുന്നതെന്ന് ആൾക്കാർക്ക് അറിയാം. ഈ ജനങ്ങളും 6-7 സീസൺ കണ്ട് പഠിച്ചല്ലോ ബിഗ് ബോസ്. അല്ലാണ്ട് നിങ്ങൾ കണ്ടസ്റ്റൻസ് മാത്രമല്ല ഇത് പഠിച്ചേക്കുന്നത്. ആൻഡ് ആർജെ ബിൻസി ഒരു ഫേക്ക് പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പുറത്തായത് വളരെയധികം നന്നായി. ഇന്നും ഇനി ആരെയൊക്കെ പുറത്താക്കാനുള്ള ഉദ്ദേശമുണ്ട് തോന്നുന്നു. ഇനി അറിയില്ല, ബിഗ് ബോസ് ഇപ്പോൾ പുതിയ രീതിയിലുള്ള കളികളായതുകൊണ്ട് ഇന്ന് നമ്മളിനി പുറത്താക്കും എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ആരും പുറത്താക്കൂലേന്നും അറിയില്ല. പക്ഷെ അവിടെ ഇരിക്കാൻ സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരാളെയും കൂടി പുറത്താക്കിയാൽ നല്ലതായിരുന്നു. ആ ശൈത്യനെ പുറത്താക്കുക.